Yes. Sir, I am poor English. Study in Malayalam medium. മലയാളത്തിൽ പറ. At present, what are the major strengths and weaknesses of our India? ഒക്ടോബർ 15 ലോകത്തെ തന്നെ സ്വപ്നം കാണാൻ പ്രചോദിപ്പിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ജന്മദിനമാണ്. APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ജന്മദിനം ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, ഒരു സമൂഹത്തെ മുഴുവൻ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. സ്വപ്നം കാണാൻ പഠിപ്പിച്ച അധ്യാപകനാണ് അദ്ദേഹം. കുട്ടികളോട് ചേർന്ന് നിന്ന് കുട്ടികൾക്കിടയിലൂടെ സഞ്ചരിച്ച് കുട്ടികളുമായി സംവദിച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നൽകിയ ഒരു നല്ല അധ്യാപകൻ. Weakness of India. What is the weakness of India? Weakness of India, without vision, a nation dies without vision. You must have a vision, okay? Great vision. Thank you, sir. Great. നല്ല വ്യക്തിത്വം. ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പഠിപ്പിച്ച, കുട്ടികളെ പ്രചോദിപ്പിച്ച വ്യക്തിത്വം. കുട്ടിക്കാലത്ത് ക്ലാസ് മുറിയിൽ അധ്യാപകനോട് തന്നെ മനസ്സിലായില്ല എങ്കിൽ മനസ്സിലായില്ല എന്ന് തുറന്നു പറയാൻ കാണിച്ച ധൈര്യം. ഒടുവിൽ പക്ഷികൾ പറക്കുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് അധ്യാപകൻ നേരനുഭവത്തിലൂടെ ഉത്തരം നൽകിയപ്പോൾ ആ അനുഭവമാണ് പറക്കുക എന്ന സ്വപ്നത്തിലേക്ക് കലാം എന്ന പയ്യനെ നയിച്ചത്. Good evening. Which class you are studying? I am studying in 10th standard. My name is Gayatri Mohan. 10th standard. Yes, sir. Next year, what subject you will take? I wish to take Biomax. Why bio? I am interested in biology and Biology, or you want to become a doctor? my ambition is to become, I want to study more on aerospace engineering. You are become a life scientist, right? Yes. Very good girl. Okay. APJ അബ്ദുൽ കലാം ജീവിതത്തിന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പാഞ്ഞപ്പോൾ ജീവിതത്തിൽ ചേർന്ന് നിന്നിരുന്ന എളിമയും സഹജീവി സ്നേഹവും സാഹോദര്യവും ഒന്നും കൈമോശം വരാതെ സൂക്ഷിച്ചു. ഓരോ വിദ്യാർത്ഥിയും ജീവിതത്തോട് ചേർത്ത് വയ്ക്കേണ്ട നന്മയുള്ള ഒരു പാഠപുസ്തകമാണ് APJ അബ്ദുൽ കലാമിൻ്റെത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നു. സ്വപ്നമുണ്ടാകണം. ഒരുപക്ഷെ ക്ലാസ് റൂമിലെ പഠനത്തെക്കാൾ അപ്പുറം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് പഠിക്കുവാൻ നമുക്കുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന തിരിച്ചറിവിലേക്ക് നാം വളരണം. You say what I am saying, okay? As an IAS officer, repeat with me. As an IAS officer, I will remove the corruption. Remove the corruption. അങ്ങനെ ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്നും ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നും പഠിക്കാനുള്ളതൊക്കെ പഠിക്കുവാനുള്ള ഒരു മനോഭാവം ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടാകണം. നിരീക്ഷണ പാഠവും ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഒന്നാണ്. കൂടാതെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ട മറ്റൊന്നാണ് അച്ചടക്കമുള്ള പഠനാന്തരീക്ഷം. അതെ, പഠിക്കുവാനുള്ള ഒരിടം ഓരോ വ്യക്തിക്കും ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടാകട്ടെ. സ്വന്തമായി ഒരിടം, അവൻ പഠിക്കുന്ന ഇടം. അവിടെ ചിട്ടയോടെ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകത്താളുകളിൽ നാം കണ്ട സ്വപ്നങ്ങൾ ഉണ്ടാകണം, നമ്മുടെ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. അവയ്ക്ക് പിന്നാലെയുള്ള നമ്മുടെ പ്രയാണമാണ് ജീവിതം. വിദ്യാർത്ഥി ജീവിതം അതുതന്നെയാണ്. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വിദ്യാർത്ഥി എന്നുള്ളതിന് പ്രായഭേദമില്ല. ഓരോ മനുഷ്യനും വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ APJ അബ്ദുൽ കലാം എന്ന വലിയ വ്യക്തിത്വത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുമ്പോൾ അത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു ദിനമായിട്ട് തന്നെ മാറുകയാണ്. കാരണം ഓരോ മനുഷ്യനും അനുദിനം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജീവിതത്തിൽ സ്വപ്നത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ സ്വപ്നത്തിന് പിന്നാലെ കഠിന പ്രയത്നത്തിലൂടെ മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നന്മയുള്ള ഒരുപാട് സ്നേഹാനുഭവങ്ങളാൽ സമ്പന്നമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു, നേരുന്നു. ശുഭദിനം. Now, love emanates from parents. That cannot be valued. No value. It may be millions of rupees also you cannot buy. It comes from parent, father, mother. Okay? That's why today you took a oath
What is the oath you took? I will make my mother happy. You are taken. So that's why your gratitude because of the love.